അസ്സലാമലൈക്കും മോൾ, വെൽക്കം ബാക്ക്. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു സമൂസ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം സൈസുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കുന്ന സവാളയുടെ അളവ് കൂട്ടാവുന്നതാണ്. സവാള നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തെടുക്കുക. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്തെടുക്കുക. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ച സ്മെല്ല് മാറുന്ന രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 5-6 ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്തെടുക്കുക. ഇതിക്കിനി ഗ്രീൻ പീസോ കാബേജോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങനെ വെജിറ്റബിൾസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഇത് 2-3 മിനിറ്റ് വരെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത ഉടയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വേണം വേവിച്ചെടുക്കാനായിട്ട്. എങ്കിലേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെറുനാരങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് അവലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് അവലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈറ്റ് ആണെങ്കിലും റോസ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അവൽ ചേർക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തത് കേട്ടോ. അവൽ ചേർക്കാത്ത വെജിറ്റബിൾസ് മാത്രമാകുമ്പോൾ ഇത് വേറിട്ട് നിൽക്കും ഫില്ലിങ്. നമ്മൾ കിഴങ്ങ് ചേർക്കുന്നില്ലല്ലോ, അതിന് പകരമാണ് അവൽ ചേർത്തിട്ടുള്ളത്. ഇതുകൂടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സമൂസ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഷീറ്റൊക്കെ മടക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ ആക്കിയിട്ട് 2 സ്പൂണോളാണ് കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കരുത്. ഒരുപാട് വെച്ചാൽ നമുക്കിത് മടക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ 2 സ്പൂണോളം വെച്ച് കൊടുത്തിട്ട് മടക്കിയിട്ടെടുക്കാം. ഇതിൻ്റെ സൈഡിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് മൈദയും വെള്ളം കൂടി മിക്സാക്കിയതാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ ഇതിൻ്റെ ഈ ലാസ്റ്റ് ഭാഗം വരുന്നത് ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. എല്ലാവരും ഒരേപോലെ ആവില്ല കേട്ടോ ഷീറ്റൊക്കെ മടക്കി എടുക്കാറ്. അങ്ങനെ ഇപ്പോൾ ഒന്നുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഷീറ്റിലൊക്കെ നമുക്ക് ഫില്ലിങ് ആക്കിയിട്ട് വരാം. എല്ലാ സമൂസയും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉൾവശം നന്നായിട്ട് ആയതുകൊണ്ട് തന്നെ പുറം വശം മാത്രം നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഈ ഷീറ്റ് ഈ ഒരു കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട. ഇടുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ ചൂട് വേണം. പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും ഗോൾഡ് കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സമൂസ റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ലൊരു ടേസ്റ്റിലുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചെറുനാരങ്ങയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ സമൂസ റെഡിയാക്കി എടുക്കാവുന്നതാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു സമൂസ നിൽക്കുന്നത്. ഇനി ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള സമൂസയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ.